മഞ്ഞൾ വിരിഞ്ഞ പൂവിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ റസിയയുടെ തൊപ്പി തെറിപ്പിക്കുമെന്നും മല്ലികയെ നിനക്കറിയില്ല എന്നും റസിയയുടെ മുഖത്ത് നോക്കി തന്നെ വെല്ലുവിളിച്ചതിന് ശേഷം മല്ലികാമ്മ അവിടെ നിന്നും പോവാണ് കേട്ടോ. അതിനുശേഷം ഈ വിവരങ്ങളൊക്കെ അറിയുന്ന മഹേഷ് പറയുന്നുണ്ട്, അവരെ മുക്കാലിക്കിട്ടടിക്കണം, അതാ വേണ്ടത്, തോന്നിയാസല്ലേ അവർ കാണിച്ചത് ആ റസിയ എന്നൊക്കെ മഹേഷ് ഇങ്ങനെ പറയുമ്പോൾ മല്ലികാമ്മ പറയുന്നുണ്ട്, എടാ ചിത്തുവിൻ്റെ ബാഗിൽ നിന്നും മയക്കുമരുന്ന് കണ്ടെത്തി എന്നാണ് അവർ പറയുന്നത്, അത് അവർ തന്നെ അവിടെ കൊണ്ടുവെക്കാനേ സാധ്യതയുള്ളൂ എന്ന് പറയുന്നുണ്ട് മല്ലികാമ്മ. തുടർന്ന് മഹേഷ്, എങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ ചിത്തുവിനെ രക്ഷിക്കണം, അതിനൊരു വഴി കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് മല്ലികാമ്മ പറയുന്നതും നിരഞ്ജന ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന പെൺകുട്ടിയെയും കൂട്ടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, വഴി എനിക്കറിയാമെന്ന് പറയുന്നുണ്ട്. തുടർന്ന് മല്ലികാമ്മയോടായിട്ട്, അച്ഛമ്മ ഇത് ചിത്തു താമസിക്കുന്ന ഹോസ്റ്റലിലുള്ള കുട്ടിയാണ്, ഈ സംഭവം നടക്കുന്ന ദിവസം ഇവൾ അവിടെ ഉണ്ടായിരുന്നു, സുഖമില്ലാത്തത് കൊണ്ട് ക്ലാസ്സിൽ പോകാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട്, സൂപ്രണ്ട് ആ പൊതി ബാഗിൽ വെച്ചത്, സൂപ്രണ്ട് ചിത്തുവിൻ്റെ മുറിയിലേക്ക് പോകുന്നത് ഞാൻ കണ്ടതാണെന്ന് പറയുന്നതും കൊള്ളാം, അപ്പോൾ അവരും കൂടി ചേർന്നാണ് എൻ്റെ കുട്ടിയെ ചതിച്ചത്, ശരിയാക്കി കൊടുക്കാൻ ഞാൻ എന്ന് മല്ലികാമ്മ പറയുമ്പോൾ, വേണം അച്ഛമ്മേ, അച്ഛമ്മ അത് ചെയ്യണം, ഇഞ്ചി ചതക്കുന്ന പോലെ ചതക്കണം ആ സൂപ്രണ്ടിനെ, അപ്പോൾ അവർ സത്യം പറയും, ആ സത്യം പുറം ലോകം അറിയട്ടെ, അങ്ങനെ നമുക്ക് ചിത്തുവിനെ രക്ഷിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് നിരഞ്ജന. ഈ കുട്ടി ഇപ്പോൾ പറഞ്ഞത് എവിടെയും പറയാൻ തയ്യാറാവോ എന്ന് മല്ലികാമ്മ ചോദിക്കുമ്പോൾ, ആവും, ഇവളെ നമുക്ക് വിശ്വസിക്കാമെന്ന് നിരഞ്ജനയും, ഞാൻ കണ്ട കാര്യം എവിടെ വേണമെങ്കിലും പറയാൻ ഞാൻ തയ്യാറാ, ഒരു തെറ്റും ചെയ്യാത്ത ചിത്തിരെന്തിനാ ശിക്ഷ അനുഭവിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ആ കുട്ടി. അപ്പോൾ നിരഞ്ജന പറയുന്നുണ്ട്, ഇവളുടെ മൊഴി എടുത്ത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇട്ടാലോ എന്ന് വിചാരിച്ചതാ, പിന്നെ തോന്നി വേണ്ടാന്ന്, അത് ചിത്തുവിന് തന്നെ ഭാവിയിലൊരു പ്രശ്നമായാലോ, അതുകൊണ്ട് അച്ഛമ്മയുടെ അടുത്തേക്ക് വന്നത്, ഇനി വേണ്ടതുപോലെ അച്ഛമ്മ ചെയ്താൽ മതി എന്നൊക്കെ നിരഞ്ജന ഇങ്ങനെ പറയുമ്പോൾ, ഞാൻ ചെയ്യാം, എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റിയ ഒരു തുമ്പായത്, ഇത് മതി, ഇനി എന്ത് വേണം എന്നുള്ളത് എനിക്കറിയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ മല്ലികാമ്മ. അതിനുശേഷം കാണിക്കുന്നത് മല്ലികാമ്മ ഉടനെ തന്നെ സൂപ്രണ്ടിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. ഡി സത്യം പറ, ആരാ എൻ്റെ മോളെ ചതിച്ചത്, മര്യാദയ്ക്ക് എല്ലാം തുറന്നു പറയുന്നതാണ് നിനക്ക് നല്ലത്, അല്ലെങ്കിൽ കൊല്ലും നിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞ് മല്ലികാമ്മ സൂപ്രണ്ടിനെ വിരട്ടുമ്പോൾ, എനിക്കൊന്നും അറിയില്ല മേഡം എന്ന് പറഞ്ഞ് സൂപ്രണ്ട് നല്ല പിള്ള ചമയുമ്പോൾ, നിനക്കെല്ലാം അറിയാം, നിനക്കറിയാം എന്നുള്ളത് നിന്റെ മുഖം വിളിച്ച് പറയുന്നുണ്ട്, എൻ്റെ മോളുടെ ജീവിതം നശിപ്പിച്ചിട്ട് ഇവിടെ ഒരുത്തിയും അങ്ങനെ സുഖിക്കണ്ട, എൻ്റെ കുഞ്ഞെങ്ങാനും ഈ കേസിൽ അകത്തു പോയാൽ അവളെ ചതിച്ച സകലരെയും ഞാൻ കൊല്ലും, നിന്നെ വെട്ടി വെട്ടി ഞാൻ തുണ്ടമാക്കുന്നൊക്കെ മല്ലികാമ്മ അങ്ങനെ പറയുമ്പോൾ പേടിച്ച് വിറക്കുന്നുണ്ട് സൂപ്രണ്ട്. തുടർന്ന് സൂപ്രണ്ടിനെ കഴുത്തിന് കുത്തിപ്പിടിച്ച്, എന്താ സംഭവിച്ച് പറയടി, പറഞ്ഞില്ലെങ്കിൽ കൊന്നു കളയും ഞാൻ, അത്രയ്ക്ക് സ്നേഹം കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ കൊച്ചുമോളെ വളർത്തിയത്, അവൾക്ക് ദോഷം വരുന്ന ഒന്നും ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല, മറ്റാരെ കൊണ്ടും ചെയ്യിപ്പിച്ചിട്ടുമില്ല, അവളാ എൻ്റെ ജീവൻ, അവളാ എൻ്റെ പ്രാണൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് വീണ്ടും സൂപ്രണ്ടിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച്, പറയടി അങ്ങോട്ട്, അല്ലെങ്കിൽ നീ ഇതിനകത്ത് കിടന്ന് ചാവുന്നൊക്കെ മല്ലികാമ്മ പൊട്ടിത്തെറിച്ചു കൊണ്ട് പറയുന്നതും എല്ലാം പറയുന്നുണ്ട് കേട്ടോ സൂപ്രണ്ട്. റസിയ, SP റസിയ, അവരാ ഇതെന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്ന് പറയുന്നതും ശരിക്കും ഷോക്കേറ്റ പോലെയാവുന്നുണ്ട് കേട്ടോ മല്ലികാമ്മ. ചിത്രിയുടെ ബാഗിൽ നിന്ന് കണ്ടെടുത്ത ആ പൊതി അത് റസിയ എന്നെ ഏൽപ്പിച്ചതാ, അവർ നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാനത് കൊണ്ടുപോയി ചിത്രിയുടെ ബാഗിൽ വെച്ചതെന്നൊക്കെ സൂപ്രണ്ട് പറയുന്നത് കേട്ട്, കുട്ടികളെ നോക്കേണ്ടവൾ കുട്ടികളെ ചതിക്കുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ മല്ലികാമ്മ. അപ്പോൾ സൂപ്രണ്ട് പറയുന്നുണ്ട്, എന്നെ ഒന്നും ചെയ്യരുത്, അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അവരെന്നെ ഉപദ്രവിക്കുമായിരുന്നു, ഭീഷണിപ്പെടുത്തിയ എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചത്, എന്നോട് ക്ഷമിക്കണം, എൻ്റെ മുമ്പിൽ വേറെ വഴിയില്ലായിരുന്നു എന്നൊക്കെ സൂപ്രണ്ട് ഇങ്ങനെ പറയുമ്പോൾ, നിന്നോട് ഞാൻ ക്ഷമിക്കുന്നു, പക്ഷേ ഇപ്പോൾ നീ എന്നോട് പറഞ്ഞത് കോടതിയിൽ പറയണം, എൻ്റെ മോളെ ഒരു കേടും കൂടാതെ രക്ഷിച്ചെടുക്കണം എനിക്ക്, അതിന് നിൻ്റെ ഈ മൊഴി, ഇപ്പോൾ നീ എന്നോട് പറഞ്ഞ ഈ ചതിയുടെ കഥ ഇത് മുഴുവനും കോടതിക്ക് ബോധ്യപ്പെടണം, പറയോ അവിടുന്ന് ചോദിക്കുമ്പോൾ, പറയാം, എവിടെ വേണമെങ്കിലും പറയാമെന്ന് സൂപ്രണ്ട് പറയുമ്പോൾ, വാക്ക് നീ മാറ്റരുത്, മാറ്റിയാൽ എന്ത് സംഭവിക്കുമെന്ന് നിനക്കറിയാലോ, മാറ്റരുതെന്ന് ഓർക്കാൻ, ഒരിക്കലും മറക്കാതിരിക്കാൻ ഇരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആഞ്ഞോങ്ങി സൂപ്രണ്ടിനെ കരണക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് കോടതിയാണ് കേട്ടോ. സൂപ്രണ്ടിനെ ഹാജരാക്കുന്നുണ്ട്. എന്നിട്ട് മല്ലികാമ്മ പറയുന്നുണ്ട്, ചിത്തിര എന്ന എൻ്റെ കൊച്ചുമോൾ താമസിച്ചിരുന്ന ഹോസ്റ്റലിലെ സൂപ്രണ്ടാണിവർ, എൻ്റെ കൊച്ചുമോളുടെ ബാഗിൽ നിന്നും മയക്കുമരുന്ന് കണ്ടുപിടിച്ചു എന്നതാണ് കേസ്, ആ മയക്കുമരുന്ന് എങ്ങനെ എൻ്റെ കൊച്ചുമോളുടെ ബാഗിൽ വന്നു എന്ന് ഇവർ പറയുന്ന മല്ലികാമ്മ പറയുമ്പോൾ സൂപ്രണ്ടിനോട് പറയാൻ ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ കോടതി. അപ്പോൾ അന്ന് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട് കേട്ടോ സൂപ്രണ്ട്. ശേഷം മല്ലികാമ്മ പറയുന്നുണ്ട്, ഇതാണ് സർ സത്യം, അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ കൊച്ചുമോളെ വിട്ടയക്കാനുള്ള ഉത്തരവുണ്ടാവണം, +2 പഠിക്കുന്ന കുട്ടിയെ അവൾ, 10ൽ പഠിക്കുമ്പോൾ റാങ്ക് ഹോൾഡർ ആയിരുന്നു, ഈ വർഷവും ആ പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്, അവളുടെ ഭാവി ഇങ്ങനെയൊരു കേസിൽ കുടുക്കി നശിപ്പിക്കാൻ അനുവദിക്കരുതെന്നൊക്കെ താഴ്മയോട് കൂടി അപേക്ഷിക്കുന്നുണ്ട് കേട്ടോ മല്ലികാമ്മ കോടതിക്ക് മുമ്പിൽ. തുടർന്ന് പോലീസ് മേധാവിയോട് കോടതിക്ക് മുമ്പിൽ ഹാജരാക്കാനായിട്ട് ജഡ്ജി പറയുന്നുണ്ട്. അങ്ങനെ റസിയ വരുന്നതും, എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്, നിങ്ങൾ എന്തിനാ ഈ പാവത്തെ ഉപദ്രവിച്ചതെന്നൊക്കെ ജഡ്ജി ചോദിക്കുമ്പോൾ, ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല,
മയക്കുമരുന്ന് സാമൂഹ്യ തിന്മയാണ്, അതിലിടപെടേണ്ടത് പോലീസ് മേധാവി എന്ന നിലയിൽ എൻ്റെ കടമയാണെന്നൊക്കെ റസിയ പറയുമ്പോൾ അത് നിങ്ങൾ ചെയ്തോളൂ, അതിനെന്തിനാ ഈ നിരപരാധിയെ ക്രൂശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നിരപരാധിയല്ല സർ, ആ കുട്ടി തെറ്റ് ചെയ്തിട്ടുണ്ട്, വലിയൊരു മയക്കുമരുന്ന് റാക്കറ്റിൻ്റെ കണ്ണിയാണ് അവൾ, അതുകൊണ്ട് അവളെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്താൽ സത്യം പുറത്തു വരുമെന്നൊക്കെ റസിയ പറയുമ്പോൾ +2 പഠിക്കുന്ന ഒരു പെൺകുട്ടി, ആ കുട്ടി വലിയൊരു മയക്കുമരുന്ന് റാക്കറ്റ് കണ്ണിയാണ് നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആ കുട്ടിയുടെ സാമൂഹിക പശ്ചാത്തലവും നോക്കണ്ടേ. ഇനി നിങ്ങളുടെ ഭാഗം ശരിയാണ് തന്നെ വെക്കുക, ചിത്തിര ഒരു റാക്കറ്റിൻ്റെ കണ്ണിയാണ് നിങ്ങൾ പറയുന്നു, പക്ഷേ അതിനെന്താണ് ഒരു തെളിവെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ കോടതി റസിയയോടായിട്ട്. അപ്പോൾ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ആൾക്കാരുണ്ട് എന്നൊക്കെ റസിയ പറയുമ്പോൾ നിങ്ങളെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ചിത്തിരയെ ഉടൻ വിട്ടയക്കാനും കോടതി ഉത്തരവിടുകയാണ് ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് മല്ലികാമ്മ റസിയയുടെ കാർ തടഞ്ഞു നിർത്തുകയാണ് കേട്ടോ. എന്നിട്ട് റസിയയോടായിട്ട് പറയുന്നുണ്ട്, മേഡം ഒന്ന് ഇറങ്ങി വരണം, എനിക്ക് 2 വാക്ക് സംസാരിക്കാനുണ്ട്. കോടതിയിൽ വെച്ച് കണ്ടെങ്കിലും കോടതിയിൽ നിന്ന് ഒന്നും പറയാൻ പറ്റിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് റസിയയെ അങ്ങോട്ട് മാറ്റി നിർത്തിയതിന് ശേഷം മല്ലികാമ്മ പറയുന്നുണ്ട്, റസിയക്ക് ഇട്ടിരിക്കുന്ന ഈ കുപ്പായത്തിൻ്റെ സന്ദേശം എന്താണെന്നറിയോ? പോട്ടെ, പോലീസുകാരെ കാണുമ്പോൾ എന്തുകൊണ്ടാണ് എല്ലാവരും പേടിക്കുന്നതെന്നറിയാവോ റസിയക്ക്? നിന്നെ പോലെയുള്ള വിഷവിത്തുകൾ ഉണ്ടാക്കിയെടുക്കുന്ന കുഴപ്പങ്ങൾ കാരണം സാധാരണക്കാരനും പോലീസുകാരനെ കാണുമ്പോൾ ഭയക്കുന്നത്. സത്യത്തിൽ അവർക്ക് ആശ്വാസവും സമാധാനവും തോന്നേണ്ടതാ, അത് കിട്ടുന്നില്ല എന്നൊക്കെ മല്ലികാമ്മ പറയുമ്പോൾ ക്ലാസ് എടുക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ റസിയ. ഒരിക്കലുമല്ല, എല്ലാം പഠിച്ചു കഴിഞ്ഞ് നിനക്ക് ക്ലാസ് എടുക്കാൻ ഞാനാരാ? ഞാൻ ഒരു ചെറിയ ദക്ഷിണ തരാൻ വേണ്ടി വന്നതാണ്, അത് ഇതുപോലൊരു സ്ഥലത്താവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നിന്നെ കാണാനായിട്ട് ഞാൻ ഇവിടെ കാത്തു നിന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ മല്ലികാമ്മ. അപ്പോൾ എന്ത് ദക്ഷിണയാണ് എന്ന് റസിയ ചോദിക്കുമ്പോൾ നീ ഒരു ഉപകാരം ചെയ്തല്ലോ, എൻ്റെ കൊച്ചുമോളെ നീ പിടിച്ചു കൊണ്ടുപോയില്ലേ, അതിന് എന്തെങ്കിലും ഒന്ന് ഞാൻ തരണ്ടേ, അല്ലെങ്കിൽ മോശമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പബ്ലിക്കിൻ്റെ മുമ്പിൽ വെച്ച് റസിയയുടെ കരണക്കുറ്റി അടിച്ചു പൊട്ടിക്കുന്നുണ്ട് കേട്ടോ മല്ലികാമ്മ. തുടർന്ന് പറയുന്നുണ്ട്, പണ്ട് നിൻ്റെ വീട്ടിൽ വന്ന് ഇതുപോലെ ഞാൻ ഒന്ന് തന്നിരുന്നു, അന്ന് ഞാൻ കരുതി നീ നന്നാവുന്നു, പക്ഷേ എവിടെ, നിനക്ക് നന്നാവണമെന്നുള്ള ഒരു ഉദ്ദേശവും ഇല്ലയെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ, അതാണ് ഞാൻ വന്നത്. എൻ്റെ മോളുടെ നേർക്ക് ഇനി എങ്ങാനും നീ പ്രവർത്തിച്ചാൽ പച്ചക്ക് കത്തിക്കും നിന്നെ ഞാൻ. മല്ലിക ആരാണെന്ന് നിനക്കറിയില്ല എന്നൊക്കെ മല്ലികാമ്മ പറയുന്നതും നിങ്ങളിതിനെ അനുഭവിക്കുന്ന റസിയ പറയുമ്പോൾ ഇതിൽ കൂടുതൽ എന്തനുഭവിക്കാൻ? നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നീ ചെയ്യ്, എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാനും ചെയ്യാം. പുതിയതാണ്, എന്നെക്കുറിച്ച് ചുറ്റുമുള്ളവരോടൊന്ന് ചോദിച്ചു നോക്കിയാൽ മതി, മല്ലിക ആരാണെന്ന് ഇവർ പറഞ്ഞു തരും. ചാവാൻ എനിക്ക് പേടിയൊന്നുമില്ല, അതുപോലെ തന്നെ കൊല്ലാനും എന്ന് റസിയയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് കേട്ടോ മല്ലികാമ്മ. അതുകൊണ്ട് മേലാൽ എൻ്റെ പിന്നാലെ വന്നേക്കരുത്, പാവങ്ങളാണ്, എങ്ങനെയെങ്കിലും ജീവിച്ച് പൊക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മല്ലികാമ്മ അവിടെ ഒന്നും പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം കാണിക്കുന്നത് പ്രതിഭ റസിയയോടായിട്ട് ചൂടോ മറ്റോ പിടിക്കണോ, തല്ലി കിട്ടിയതല്ലേ, നീര് വരാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യണ്ടേന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല, അവരെന്നെ അടിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, അതാണ് തടുക്കാൻ പറ്റാതിരുന്നതെന്ന് പറയുന്നുണ്ട് റസിയ. അപ്പോൾ ഇത് കേൾക്കുന്ന പ്രതിഭ പറയുന്നുണ്ട്, തടുക്കാനൊന്നും പറ്റില്ല, ഭയങ്കര ശക്തിയാണ്, ആ കൈയിരിക്കുന്നത് കണ്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന റസിയ പ്രതിഭാമ്മയ്ക്ക് മടി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്, ആദ്യമൊക്കെ വിഷമം തോന്നുമായിരുന്നു, പിന്നെ അത് ശീലമായാൽ മേഡത്തിന് വിഷമമൊന്നും തോന്നില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പ്രതിഭ. അപ്പോൾ റസിയ പറയുന്നുണ്ട്, ഇനി അവളെ എന്നെ തൊടാനോ, അതിന് ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ, ഇത് ഞാനങ്ങ് ക്ഷമിക്കുകയാണെന്ന് റസിയ പറയുമ്പോൾ പ്രതിഭ പറയുന്നുണ്ട്, മണ്ടത്തരം കാണിക്കരുത്, ക്ഷമിക്കരുത്, ഇങ്ങോട്ടടിച്ചാൽ അങ്ങോട്ടും അടിക്കണം, അതിന് പറ്റിയ അവസരമല്ലേ ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. അവൾ എന്താ ചെയ്തത്? ഡ്യൂട്ടിയിലുള്ള ഒരു പോലീസുകാരനെ കയറി പരസ്യമായി തല്ലി, ഒഫൻസ് അല്ലേ, സീരിയസ് ഒഫൻസ്, കേസെടുക്കാലോ, പൊക്കാം, അകത്തിടാം, കസ്റ്റഡിയിൽ കിട്ടിയാൽ ഇഞ്ചി ചതക്കുന്നത് പോലെ ചതച്ചൂടെ എന്നൊക്കെ പ്രതിഭ പറയുമ്പോൾ അത് വേണോ, SP ആയ എന്നെ തല്ലി എന്ന് പറയുന്നത് മോശമല്ലേ എന്നൊക്കെ റസിയ ചോദിക്കുമ്പോൾ എന്ത് മോശ, നിയമലംഘനം അതല്ലേ മല്ലിക നടത്തിയിരിക്കുന്നത്, അതാര് നടത്തിയാലും കേസെടുക്കാലോ, നാളെ ആരെങ്കിലും ഈ സംഭവം കുത്തിപ്പൊക്കി കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക, മേഡത്തോടല്ലേ എല്ലാവരും ചോദിക്കുള്ളൂ, നിയമ സംവിധാനത്തിൻ്റെ ശുദ്ധി ഉറപ്പുവരുത്തേണ്ട മേഡം എന്തുകൊണ്ട് ഒരക്രമിയോട് പുറത്തു എന്ന് ചോദിച്ചാൽ മേഡം എന്ത് പറയുന്നൊക്കെ പ്രതിഭ ചോദിക്കുന്നത് കേട്ട് അത് ശരിയാണ്, ആര് ചെയ്തു, ആരോട് ചെയ്തു എന്നല്ലല്ലോ നമ്മൾ നോക്കേണ്ടത്, ഒഫൻസ് നടന്നോ ഇല്ലയോ എന്നല്ലേ എന്ന് റസിയ പറയുമ്പോൾ കറക്റ്റ് എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതിഭ. എൻ്റെ അഭിപ്രായത്തിൽ ഈ പ്രശ്നത്തിന് അവൾക്കെതിരെ കേസെടുക്കണം എന്ന് തന്നെയാണ്. അവളെ ഒതുക്കാൻ ഒരായുധം തേടി നടന്ന മേഡത്തിന് ഇത് തന്നെയല്ലേ അവസരം, ചുമ്മാ അങ്ങ് ഉപയോഗിക്കും മേഡം, പൊതുസ്ഥലത്ത് വെച്ച് തല്ലിയാൽ ലോകകപ്പിൽ കിട്ടുമെന്ന് അവൾക്ക് മനസ്സിലാവട്ടെ എന്നൊക്കെ റസിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ പ്രതിഭ. ഉടനെ തന്നെ റസിയ, കോടതിയിൽ കയറിയാൽ ഞാൻ പരാതിക്കാരിയാകില്ലേ, നാറില്ലേ എന്ന് വീണ്ടും സംശയത്തോടെ പറയുമ്പോൾ ഒരിക്കലുമില്ല, മേഡത്തിനെ എല്ലാവരും അഭിനന്ദിക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പ്രതിഭ. അപ്പോൾ എല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം റസിയ ഇന്ന് തന്നെ മല്ലികയെ പൊക്കാമെന്ന് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം റസിയ
റസിയ പോലീസ് ടീമിനൊപ്പം മല്ലികാമയെ അറസ്റ്റ് ചെയ്യാനായി വീട്ടിലെത്തുന്നതും മല്ലികാമ വന്നിട്ട് റസിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ഈ രാത്രി പരിവാരങ്ങളൊക്കെ ആയിട്ട് എന്ന് ചോദിക്കുമ്പോൾ നിന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാൻ വന്നതാണെന്ന് റസിയയുടെ മറുപടി കേട്ട് കേസ് എന്താണാവോ, എൻ്റെ അറിവിൽ എനിക്കെതിരെ ഒരു പരാതിയും നിലവിലില്ലാന്ന് മല്ലികാമ പറയുന്നത് കേട്ട് ഉണ്ടല്ലോ, പരസ്യമായിട്ട് SP കയ്യേറ്റം ചെയ്തു, കൊല്ലാൻ നോക്കി, വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്, ഞാൻ തന്നെയാണ് പരാതിക്കാരി എന്ന് റസിയ പറയുമ്പോൾ അപ്പോൾ ഇത് കേൾക്കുന്ന മല്ലികാമ, ഇതെവിടുത്തെ ന്യായമാണ് റസിയ, പരാതിക്കാരി തന്നെ പ്രതിയെ പിടിക്കാൻ വരുന്നത് ഒരു നല്ല നിയമവ്യവസ്ഥയുടെ ലക്ഷണമല്ലല്ലോ, പോയിട്ട് വേറെ ആരെയെങ്കിലും പറഞ്ഞു വിട്, അതല്ലേ അതിൻ്റെ ശരി എന്നൊക്കെ മല്ലികാമ പറയുമ്പോൾ ശരിയും തെറ്റുമൊന്നും നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട, നിങ്ങളെ ഞാൻ കൊണ്ടുപോവാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ എന്ന് റസിയ പറയുമ്പോൾ മല്ലികാമ പറയുന്നുണ്ട്, റസിയ വേണ്ട, ഇതെന്തിനാണ് നമ്മൾ തമ്മിൽ എപ്പോൾ നോക്കിയാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വടംവലി, നമ്മളിങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ ആയാലോ, കുറച്ചും കൂടെ ഒക്കെ ഒരു പക്വത കാണിച്ചൂടെ, മുതിർന്നവരെ പോലെ ഒന്ന് പെരുമാറിക്കൂടെ എന്നൊക്കെ മല്ലികാമ പറയുന്നതും അപ്പോൾ റസിയ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ പെരുമാറ്റച്ചട്ടം ഒന്നും പഠിപ്പിക്കേണ്ട, വണ്ടിയിൽ കയറാൻ തന്നെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ മല്ലികാമയാണെങ്കിൽ അതിന് മുമ്പ് ഒരു ലെറ്റർ എടുത്ത് റസിയക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതാണ് എൻ്റെ മുൻകൂർ ജാമ്യം, എന്നെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി കണ്ട് ഞാൻ വാങ്ങിയെടുത്ത ഓർഡറാണ്, ഇതനുസരിച്ച് മാഡത്തിന് എന്നെ കസ്റ്റഡിയിൽ എടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ പറ്റില്ല, ഏറി വന്നാൽ സ്റ്റേഷൻ വരെ വിളിച്ചു വരുത്തി ഇരുത്തിക്കാം, അപ്പോൾ ഞാൻ എൻ്റെ വക്കീലുമായിട്ട് വരും, ജാമ്യാപേക്ഷയിൽ ഒപ്പിടും, തിരിച്ച് അതുപോലെ തന്നെ ഇങ്ങോട്ട് വരും, അപ്പോൾ എങ്ങനെയാ മാഡം, നാളെ ഓഫീസിൽ കാണോ അതോ എന്നൊക്കെ മല്ലികാമ കളിയാക്കിക്കൊണ്ട് പറയുന്നതും കളി പൂണ്ട് റസിയെ ആണെങ്കിൽ അവിടെ നിന്ന് പോവാൻ തുടങ്ങുന്നതും നിക്ക് ഓടിപ്പോവല്ലേ, ഇപ്പോൾ മനസ്സിലായില്ലേ, എളുപ്പത്തിൽ വലയിട്ട് പിടിക്കാൻ പറ്റിയ ഒരു മീനല്ല ഞാനെന്ന്, അതുകൊണ്ട് അവസാനിപ്പിച്ചുകൂടെ ഇതെല്ലാം, എന്നിട്ട് ഒരു ടേബിളിന് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് നമുക്ക് ചർച്ച ചെയ്യാം, നമ്മുടെ പ്രശ്നങ്ങളും പരാതികളും എല്ലാം പറഞ്ഞു തീർക്കാമെന്നൊക്കെ മല്ലികാമ ഉപദേശിക്കുമ്പോൾ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെയൊരു ഒത്തുതീർപ്പ് നടക്കില്ല, അതിന് ഞാൻ മരിക്കണം എന്ന് തന്നെ പറയുന്നുണ്ട് റസിയ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി എപ്പിസോഡുകളൊക്കെ ആയിരിക്കും കേട്ടോ ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. താങ്ക്